തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ 12:30ഓടെയാണ് കവർച്ച നടന്നത്. പള്ളിക്ക് ചുറ്റുമുള്ള കാണിക്കവഞ്ചിയെല്ലാം തകർത്ത നിലയിലായിരുന്നു. സൈഡ് വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് പള്ളിയുടെ അകത്ത് കടന്നിട്ടുള്ളത്. കൈക്കാരന്മാരുടെ മുറി കുത്തി തുറന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച ഭണ്ഡാരത്തിൽ നിന്ന് എടുത്ത തുകയും അൾത്താര തുകയും ജീവകാരുണ്യത്തിന് ലഭിച്ച തുകയും അടക്കം നഷ്ടപ്പെട്ടതായി പള്ളി അധികൃതർ പറഞ്ഞു. തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ്, കോട്ടയത്ത് നിന്ന് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തലയോലപ്പറമ്പ് പള്ളിയിൽ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ മോഷണം ഉണ്ടായത്. രാവിലെ 5:30 കുർബാനയ്ക്ക് പോകാനായിട്ട് താഴേക്ക് ഞാൻ 5:15 കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഗ്രില്ല് ഷട്ടർ പൊളിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ കൈക്കാരന്മാരുടെ മുറിയും തുറന്നു കിടക്കുന്നു. അവിടെ അപ്പോൾ നേരെ കൈക്കാരന്മാരെ വിളിച്ചു പറഞ്ഞു പോലീസിനെ അറിയിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ 5:30 കുർബാനയ്ക്ക് പോയി. പിന്നീട് വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് കൈക്കാരന്മാരുടെ മുറിയുടെ അകത്തു നിന്നുള്ള ഷെൽഫൊക്കെ തുറന്നു, അലമാരി പൊളിച്ചിരിക്കുന്നു, അതിനകത്ത് ലോക്കർ പൊളിച്ചിരിക്കുന്നു, പള്ളിയുടെ മുൻഭാഗത്തുള്ള നേർച്ചപ്പെട്ടി കുത്തി തുറന്നിരിക്കുന്നു, പള്ളിയുടെ അകത്തുള്ള 2 നേർച്ചപ്പെട്ടികൾ കുത്തി തുറന്നിരിക്കുന്നു, പള്ളിയുടെ ജംഗ്ഷനിലുള്ള കപ്പേളയുടെ നേർച്ചപ്പെട്ടിയും തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം, അതായത് പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം. അത് പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. i4U ന്യൂസ്, വൈക്കം.